ഹായ് എവരിവൺ, എല്ലാവർക്കും വൈറ്റ് പീനട്ട് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് എങ്ങനെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റിയായി റവ കേസരി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായി കൃത്യമായി തന്നെ ചേരുവകൾ എടുക്കുക എന്നതാണ് മുഖ്യം. ആദ്യമായി ഒരു പാനിൽ 7-8 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കുക. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് അണ്ടിപ്പരിപ്പ് ചേർത്ത് അത് ചെറുതായി ഒരു ബ്രൗൺ നിറമാകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുക. നട്ട്സ് ഒന്ന് ഫ്രൈ ആയി വന്നാൽ അത് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുക. പിന്നീട് അതേ എണ്ണയിൽ തന്നെ റവ ചേർത്ത് ഒന്ന് ചെറുതായി വറുത്തെടുത്ത് മാറ്റുക. റവ മാറ്റിയ ശേഷം മറ്റൊരു പാനിൽ 1/2 ലിറ്റർ വെള്ളം ചേർത്ത് തിളപ്പിക്കുക. ഇതിനായി ചൂടുവെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നീട് അതിലേക്ക് 7-8 ചതച്ചെടുത്തിരിക്കുന്ന ഏലക്ക ചേർത്ത് ഇളക്കി കൊടുക്കുക. പിന്നെ 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് അത് നന്നായി മെൽറ്റ് ആകുന്ന വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പഞ്ചസാര നന്നായി മെൽറ്റായി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് അല്പം ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ചു കഴിഞ്ഞാൽ അവസാനമായി വറുത്ത് വെച്ചിരിക്കുന്ന റവ കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. റവ ചേർത്ത് കഴിഞ്ഞാൽ അടുപ്പ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആവശ്യമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. റവ നന്നായി വെന്ത് കഴിഞ്ഞാൽ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. സ്വാദിഷ്ടമായ റവ കേസരി റെഡിയായി കഴിഞ്ഞാൽ അത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഒരു ചെറിയ ബൗളിലേക്ക് കോരി മാറ്റി പ്രസ് ചെയ്ത് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ആക്കിയെടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. See you with another video. Thanks for watching.